വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ ഒരു റിവ്യൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. BCom 5th സെമസ്റ്ററുകാരുടെ ഇനി വരാൻ പോകുന്ന 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BBA സ്റ്റുഡൻസിന്റെ ഇൻകം ടാക്സ്, ഈ സബ്ജക്ട്സിന്റെ ഒക്കെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ. പാർട്ട് ബിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾക്കറിയാം 8 ചോദ്യങ്ങളാണ് പാർട്ട് ബിയിൽ വരുന്നത്. സോ അതിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ബേസിക്സ് ഒരുപാട് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. അതിൽ റിസർച്ച് എന്താണ് നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് ബേസിക്സ് ആണ്. എന്തെങ്കിലും 5 മാർക്കിൻ്റെ മാറി മാറി വരാറുള്ളതാണ്. ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ചില സമയത്ത് ഇത് 2 മാർക്കിൻ്റെയിലേക്കും മാറ്റിയിടാറുണ്ട്. അതുപോലെ തന്നെ നീഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്, നീഡ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്, അതിൻ്റെ പർപ്പസ് അങ്ങനെ ആയിരിക്കാൻ ചോദിക്കുക. പേർപ്പസ് അല്ലെങ്കിൽ എയിം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ബേസിക്സ് എപ്പോഴും വരാറുള്ളതാണ്. അതിലേതെങ്കിലും ഒരു ചോദ്യം 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നിർബന്ധമായും നോക്കാം. അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് കണ്ടുവരാറുള്ള മറ്റ് 1-2 ടൈപ്പുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കേണ്ടത് ബേസിക് ഓർ അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ചിനെ പറ്റിയിട്ട് ബേസിക്, അതുപോലെ തന്നെ അപ്ലൈഡ്, ഇതൊക്കെ നോക്കാം കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി റിസർച്ച്, അതുപോലെ തന്നെ കോസൽ റിസർച്ച്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നോക്കുക. മിക്ക പേപ്പറിലും ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളോ അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളോ ഒക്കെ വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കാം. ഇനി നെക്സ്റ്റ്, റിസർച്ച് ഡിസൈൻ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ. എൻ്റെ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ നിർബന്ധമായി നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, സാമ്പിൾ ഡിസൈൻ എന്താണ്? സ്റ്റെപ്സ്, അതിൻ്റെ സാമ്പിൾ ഡിസൈൻ എന്താണ്? അതിൻ്റെ സ്റ്റെപ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സാമ്പിൾ ഡിസൈനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഡാറ്റ എന്താണ്? അതിൻ്റെ പേർപ്പസ്, അനാലിസിസിൻ്റെ പേർപ്പസ് നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ റിസർച്ചിലുള്ള 2 കാര്യങ്ങളാണ് സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിസർച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും റിപ്പീറ്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ
primary data and secondary data. നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. various aspects of a describe various aspects of a research problem to be considered by the researcher. To be considered by the researcher. നോക്കേണ്ടതാണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിലൊക്കെ കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ്. ഇനി റിസർച്ച് റിപ്പോർട്ടിൽ ഏതെങ്കിലും വരാറുണ്ട്. അതിൽ റിസർച്ച് റിപ്പോർട്ട് എന്താണ് പഠിക്കണം. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ്, അതിൻ്റെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ വാലിഡിറ്റി, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടൈമാണ് വാലിഡിറ്റി, റിലയബിലിറ്റി റിസർച്ചിലുള്ളത്. അത് 2 മാർക്സിൻ്റെയിലും വരാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിക്കുക. ഹൗ ക്യാൻ എ റിസർച്ചർ ensure validity of a research instrument ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ. സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായും പഠിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഓഫ് എ researcher, the validity. Moving to next question, നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ് ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയിട്ടുള്ളത്. എക്സ്പ്ലെയിൻ the need for literature review. ലിറ്ററേച്ചർ റിവ്യൂ നിർബന്ധമായും പഠിക്കണം. ലിറ്ററേച്ചർ റിവ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചോദ്യമാണ് 5 മാർക്കിൻ്റെ. ക്വസ്റ്റ്നെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്നെയർ ആൻഡ് ഷെഡ്യൂൾ. ഓക്കെ, ഇത് ചില സമയത്ത് 2 മാർക്സിൻ്റെയിലും ഇടാറുള്ളതാണ്. ബട്ട് റിപ്പീറ്റാണ്, നിർബന്ധമായും പഠിക്കും. ഇനി നെക്സ്റ്റ് എസ്സേക്കും അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും വരാറുള്ളൊരു ചോദ്യമാണ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ട്. എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും 1-2 സാമ്പിളിങ്ങിനെ പറ്റിയിട്ടായിരിക്കും എടുത്ത് ചോദിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ റാൻഡം സാമ്പിളിങ്ങോ നോൺ റാൻഡം സാമ്പിളിങ്ങോ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേക്കോ 5 മാർക്സിനോ മാറി വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ. റിപ്പീറ്റാണ്, 2 മാർക്സിൻ്റെയിലും വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം 2ലും 5 മാർക്കിൻ്റെയിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ കൺസെപ്റ്റ്. ഡിഫറൻസ് between deduction and induction method of
formation of a theory. Okay, മറ്റൊരു ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചില സമയത്ത് 2 മാർക്സിനായാലും വരാറുണ്ട്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഇനി 1-2 സജഷൻ കൂടിയും തരാണ്. വാരിയബിൾസ് എന്താണ്? 2 മാർക്സിൻ്റെയിലും റിപ്പീറ്റ് ആണ്. അതിലത്തെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, എക്സ്ട്രേനിയസ്, മോഡറേറ്റ്, പലതരത്തിലുള്ളുണ്ട്. ഈ മൊഡ്യൂൾ നമ്പർ 4-ലുള്ളതാണ് ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ. അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാബുലേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, കോഡിങ്, ഇതൊക്കെ എന്താണ്, എഡിറ്റിംഗ് കൺസെപ്റ്റുകൾ നോക്കാം കേട്ടോ. കോഡിങ്, എഡിറ്റിംഗ്, ഇതിൻ്റെ കൺസെപ്റ്റുകൾ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. പാർട്ട് ബിയിൽ 18 ക്വസ്റ്റ്യൻസ് തന്നെ സിനഫ്. മെജോറിറ്റി നമ്മൾ വരുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഫറൻസ് സ്റ്റൈലുകൾ, അത് 2 മാർക്സിൻ്റെയിലാണ്. അപ്പോൾ 2 മാർക്കിൻ്റെയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ 2 അല്ല 5 മാർക്കിൻ്റെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വലിയൊരു പേപ്പറാണ്, ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട് അതിൽ. എന്നാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. റിസർച്ച് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, നീഡ്, പർപ്പസ് അല്ലെങ്കിൽ എയിംസ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും വരണം. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ബേസിക്, അപ്ലൈഡ്, എക്സ്പ്ലനേറ്ററി, കോഴ്സ് അല്ല, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ, അതിൻ്റെ സ്റ്റെപ്സ്, അനാലിസിസ് ഓഫ് ഡാറ്റ, അതിൻ്റെ പർപ്പസ്, സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിസർച്ച്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, വാരിയസ് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് പ്രോബ്ലം ടു ബി കൺസിഡേർഡ് ബൈ റിസർച്ച്, ദെൻ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, ദെൻ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്, പിന്നെ വാലിഡിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ലിറ്ററേച്ചർ റിവ്യൂ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ, സാമ്പിളിംഗ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ദെൻ മെഷർമെൻറ്റ് ഓഫ് സ്കെയില്, ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ, സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, വാരിയബിൾസ്, അതിൻ്റെ ടൈപ്സ്, ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, എഡിറ്റിംഗ്, അതിനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 4-ലുള്ള. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ദെൻ പിന്നെ പ്രതീക്ഷിക്കുന്നതാണ് ഇതൊക്കെ. ആൻഡ് ഫൈനലി ഇതാണ്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബിസിനസ് റിസർച്ച് മെത്തേഡിൽ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.